റീച്ച് ഉണ്ടാക്കി കുറേ പണം ഉണ്ടാക്കാം. നാണവും മാനവും ആരുടെയും മുന്നിൽ പണയം വെച്ചാലും കുഴപ്പമില്ല, എനിക്ക് റീച്ച് മതിയേ എന്ന് ചിന്തിക്കുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു, ഒരു സ്ത്രീക്കെതിരെ സംസാരിച്ചു, സോഷ്യൽ മീഡിയയിൽ കൂടി വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കെതിരെ കേസുകൾ വരാം. ഇവരൊന്നും അതിനൊന്നും മടിക്കത്തില്ല, ഇവർക്കൊന്നും നഷ്ടപ്പെടാനും കാണില്ല. കാരണം ഇങ്ങനെയൊക്കെ ഏതോ ഒരുത്തൻ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഉണ്ടാക്കിയിട്ടത് അങ്ങനെ ഉണ്ടായതാണ് വേടനെന്ന് പറയുമ്പോൾ ചേച്ചി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ എന്തായാലും ചോദിക്കും. കാരണം അത് ചോദിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്നെ വെറുതെ വിടത്തില്ല. കാരണം അവരൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ എൻ്റെ ചോദ്യങ്ങൾ മാത്രമല്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി എങ്ങനെയാണ് ഉണ്ടായത്? ചേച്ചിക്ക് വല്ല ഉറപ്പുമുണ്ടോ? ചേച്ചി ഈ പറയുന്ന പോലെ പബ്ലിക് ടോയ്ലറ്റിൽ കൂടി അല്ല ഉണ്ടായതെന്നുള്ളത്. ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ആ മനുഷ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട്. അയാൾ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനായതാണോ നിങ്ങളുടെ പ്രശ്നം? അയാളുടെ നിറം കുറച്ച് ഇരുണ്ടതാണോ നിങ്ങളുടെ പ്രശ്നം? അയാളുടെ മനസ്സിൽ